ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. DTPC സെക്രട്ടറി സിൽബർട്ട് ജോസിനെതിരെയാണ് ഓഫീസിലെ കരാർ ജീവനക്കാരിയുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. കരാർ പുതുക്കാൻ സമ്മതിക്കില്ലെന്നും ശമ്പളം തടഞ്ഞുവെക്കുമെന്നും സിൽബർട്ട് ഭീഷണിപ്പെടുത്തിയതായി യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. തൃശ്ശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ഇൻചാർജ് ആയിട്ടുള്ള പാലക്കാട് DTPC സെക്രട്ടറി മോശമായിട്ട് പെരുമാറി. കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ അതുപോലെ തന്നെ മോശമായ രീതിക്ക് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. മോശമായ രീതിക്ക് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആള്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുറച്ച് ടൈം പീരീഡിൻ്റെ അകത്തത് നടക്കുന്നത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇവിടുത്തെ ആരും നിൻ്റെ കൂടെ നിൽക്കാൻ പോകില്ല, കാരണം എനിക്കറിയാം അവരൊക്കെ അനധികൃതമായിട്ടാണ് വന്നിട്ട്. എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ വിസിറ്റിൻ്റെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെയും ട്രെയിനിനെ ഒരുമിച്ച് വിളിക്കേണ്ട ആവശ്യം അവിടെ ഉള്ളൂ. പക്ഷെ അതല്ല ആൾ ചെയ്തിട്ടുള്ളത്. എന്നെ മാത്രം റൂമിലേക്ക് കയറ്റി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാലറി തടഞ്ഞു വെക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ FIR ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തില്ല. ഇതിനെതിരെ എന്തോ എൻക്വയറിയും കാര്യങ്ങളും നടത്തിയതിന് ശേഷമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ലെവിൻ കെ വിറ്റിന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലെവിൻ, ഈ സിൽബർട്ട് ജോസിനെതിരായ പോലീസ് നടപടികൾ എങ്ങനെയാണ്? യുവതിയുടെ പരാതി ആഴമുള്ളതാണ്, ഗൗരവതരമാണ്. സേതു, ഈ പറയുന്ന യുവതി തൃശ്ശൂരിലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസിലെ ടൂർ എക്സിക്യൂട്ടീവ് ഓഫീസറായി 7 മാസമായി കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്തു വരുന്ന ആളാണ്. ആ ഓഫീസിനുള്ളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കരാർ ജീവനക്കാരുടെയും അവിടുത്തെ സ്ഥിരമായി നിയമിക്കപ്പെട്ട പലരുടെയും നിയമനം അനധികൃതമാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തനിക്ക് നേരെ ഇത് ചോദ്യം ചെയ്ത അല്ലെങ്കിൽ മറ്റുള്ള ജീവനക്കാരുടെ നിയമനം ശരിയായ വിധത്തിലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ തനിക്ക് നേരെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രതികാര നടപടി ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ശമ്പളം തടഞ്ഞു വെക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തലുണ്ടായി. കഴിഞ്ഞ 19-ന് വൈകിട്ട് 3 മണിയോടുകൂടി യുവതിയെ ഈ ഓഫീസിലെ ട്രെയിനി ബാച്ചിൽ പെടുന്ന മറ്റൊരു യുവതിയുമായി ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. CCTV ആക്സസ് ഇല്ലാത്ത സ്ഥലത്തെ മുറിയിലേക്ക് ഈ യുവതിയെ ഒറ്റയ്ക്ക് ഈ സിൽബർട്ട് വിളിച്ച് ഓഫീസിനുള്ളിലേക്ക് കയറ്റുന്നു. അതിനുശേഷം ലൈംഗികമായി അധിക്ഷേപിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ യുവതിയുടെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടു കൂടി കടന്നു പിടിക്കുകയും ചെയ്തു. ഇവർ ആ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതികരിച്ചതുകൊണ്ട് പെട്ടെന്ന് ഇയാൾ കൈവിടുകയും പിന്നീട് മറ്റുള്ള ആളെ കൂടെ പുറത്ത് നിർത്തിയ ആളെ കൂടി അകത്തേക്ക് വിളിച്ച് സാധാരണഗതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് മടക്കി അയക്കുകയും ചെയ്തു എന്നുള്ളതാണ് യുവതി പരാതിയായി പറയുന്നത്. ലൈംഗിക താല്പര്യത്തോടു കൂടിയാണ് യുവതിക്ക് നേരെ അധിക്ഷേപം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിൽ മൊഴി നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം മൊഴി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നും യുവതി നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവരുമായി സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ യുവതി നമ്മളോട് സമീപിച്ചപ്പോൾ ഇതിന് പിന്നാലെ തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസ് മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ശാരീരികമായി ഉപദ്രവിക്കൽ, അശ്ലീല പദപ്രയോഗം നടത്തുകൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിൽബർട്ടിനെതിരായ കേസെടുത്തിരിക്കുന്നത്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തൃശ്ശൂരിലെ DTPCയുടെ ഇൻചാർജ് ആണ് അദ്ദേഹം, സെക്രട്ടറി എന്നുള്ള നിലയിൽ. പാലക്കാടാണ് സ്ഥിര നിയമനമുള്ളത്. ഏതായാലും ഈ യുവതിയുടെ പരാതി ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് തുടർ നടപടികൾ ഏത് നിലയിൽ പോലീസ് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. സേതു. ഓക്കെ.